വലിയ സംഘർഷം തന്നെയാണ്. പോലീസ് പലതവണ ബലപ്രയോഗം നടത്തി, പക്ഷേ ജനങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. ജനങ്ങൾ സംഘടിച്ചു വരുന്നു. അതായത് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് നാട്ടുകാർ വരികയാണ്. കാരണം ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നതാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തർക്കത്തിന് കാരണം ഇപ്പോൾ ഈ ആലത്തൂർ ഡിവൈഎസ്പി അടക്കമുള്ളവരവിടെ സ്ഥലത്തുണ്ട്. പക്ഷേ ആലത്തൂർ ഡിവൈഎസ്പിക്കും ഈ സംഘർഷം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. പോലീസ് ഉപയോഗിച്ച സംഘർഷത്തെ തടയാനും കഴിയുന്നില്ല. കാരണം ജനങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട്, ജനങ്ങൾ പോലീസിന് നേരെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പോലീസിനെ ജനങ്ങൾ വെല്ലുവിളിക്കുന്നു. പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് അടക്കം പൊളിച്ചകത്ത് കയറാൻ ശ്രമിക്കുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത്രമാത്രം ജനരോക്ഷമാണ് ചെന്താമരയ്ക്കെതിരെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ചെന്താമരയെ പോലീസ് സുരക്ഷിതമായി സ്റ്റേഷനകത്തേക്ക് കയറ്റിയതാണ് ജനങ്ങളുടെ ഇത്തരത്തിലുള്ള വലിയ രോക്ഷത്തിനുള്ള കാരണമായി മാറിയത്. പോലീസ് സ്റ്റേഷൻ മുന്നിൽ തടിച്ചുകൂടിയ ജനങ്ങളെ പോലീസ് കൈകാര്യം ചെയ്യുകയും ചെയ്തു. അത് പോലീസ് ഒരു 2 തവണ പോലീസ് അവരെ അടിച്ചോടിക്കാൻ ശ്രമിച്ചെങ്കിലും ജനങ്ങൾ പിന്നോട്ട് പോയില്ല. അവർ ശക്തമായി തന്നെ തിരിച്ചു വരുന്നു. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പെപ്പർ സ്പ്രേ പ്രയോഗിച്ചതാണ് ഇപ്പോൾ ജനങ്ങളുടെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് ജനങ്ങളെ പിരിച്ചുവിടുന്നതിന് വേണ്ടി പലതവണ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചു. അതുതന്നെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നത്. അത് ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും ജനങ്ങൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത്. ആ പ്രതിഷേധം തടിപ്പിക്കാനായിരുന്നല്ലോ സത്യത്തിൽ ചെന്താമരയെ പെട്ടെന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കുകയും ചെയ്തത്. അങ്ങനെയെങ്കിലും ആളുകൾ ഇയാളെ പിടികൂടിയെന്ന് ഉറപ്പിക്കട്ടെ എന്ന് കരുതിയാണ് പോലീസ് ആ നടപടി സ്വീകരിച്ചത്. പക്ഷെ പിന്നെയും ഒരു പ്രതിഷേധത്തിന്റെ സാഹചര്യം വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അക്രമ സാഹചര്യത്തിലേക്ക് പോയത്. എങ്ങനെയാണ് അനുനയിപ്പിക്കാൻ രാഷ്ട്രീയ നേതാക്കളോ ജനപ്രതിനിധികളോ അങ്ങനെ ആരെങ്കിലും ഇടപെടുന്നുണ്ടോ? ഇങ്ങനെ ഒരു അക്രമ സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. പോലീസിന്റെ നടപടിയും നാട്ടുകാർക്ക് ഇയാളെ പിടികൂടിയെന്ന് ഉറപ്പുമല്ലേ വേണ്ടത്? ഇവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ വഴങ്ങുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ചെന്താമരയ്ക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ചെന്താമരയെ കിട്ടിയാൽ കൈകാര്യം ചെയ്യും, ആ രീതിയിലാണ് ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടി നിന്നിരുന്നത്. അതിനിടയിൽ പോലീസ് ചെന്താമരയെ സംരക്ഷിച്ച് പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ രീതിയിൽ ജനക്കൂട്ടമുണ്ടായി. അവർ ചെന്താമരയെ തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി. അവർ പോലീസ് സ്റ്റേഷനകത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായപ്പോഴാണ് പോലീസ് ഗേറ്റിന് വെളിയിലേക്ക് ഈ നാട്ടുകാരെ മാറ്റി ഗേറ്റ് അടച്ചത്. അപ്പോൾ ജനങ്ങളെത്തി ആ ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് കയറാനുള്ള ശ്രമം നടത്തി. ആ സമയത്ത് 2 വട്ടം ലാത്തി ചാർജ് ഉണ്ടായി. അതിനുശേഷം 3-ാം വട്ടവും ജനങ്ങൾ വന്നപ്പോൾ പോലീസ് പെപ്പർ സ്പ്രേ അടിച്ച് അവരെ തുരത്താൻ ശ്രമിച്ചു. അതോടുകൂടിയാണ് ജനങ്ങൾ വീണ്ടും സംഘടിതരായി പ്രതിഷേധവുമായി ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അവരെ സമാധാനിപ്പിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. മിക്കവരും വഴങ്ങുന്നില്ല. ഇപ്പോൾ വീണ്ടും ആലത്തൂർ ഡിവൈഎസ്പി സ്റ്റേഷന് വെളിയിലേക്ക് എത്തി ഇവിടെ പ്രതിഷേധിക്കുന്നവരുമായി സംസാരിക്കുകയാണ്. പക്ഷേ ഈ ഒരു വിഭാഗം ഇപ്പോഴും അവർ തണുത്തിട്ടില്ല. അവർ പോലീസിനെതിരെ തിരിഞ്ഞു തന്നെ നിൽക്കുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന 2 പോലീസ് ഉദ്യോഗസ്ഥർ, അവർ യൂണിഫോമിലായിരുന്നില്ല. അവർ പുറത്തേക്ക് വന്ന് പെട്ടെന്ന് ജനങ്ങൾക്ക് നേരെ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയായിരുന്നു. അതാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയും ജനങ്ങളുടെ പെട്ടെന്നുള്ള പ്രതിഷേധത്തിനും കാരണമായി മാറിയത്. അല്ല ബെനിൽ, അതിൽ ചിലർ പറയുന്നത് കേട്ടു, ഞങ്ങൾ കൂടെ നിന്നാലേ, ഇപ്പൊ നമുക്കറിയാം നാട്ടുകാരും ഒക്കെ വലിയ തോതിൽ തിരച്ചിൽ നടത്തിയതാണ്. ഇന്നലെ രാത്രിയും ഒക്കെ നാട്ടുകാരും തിരച്ചിൽ നടത്തി. തങ്ങളും ഇതിനു വേണ്ടി ശ്രമിച്ചതല്ലേ, എന്നിട്ട് പോലീസ് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന ഒരു നിലപാടാണോ നാട്ടുകാരുടേത്? അത് തന്നെയാണ് ആ നാട്ടുകാരുടെ നിലപാട്. കാരണം ഈ ചെന്താമരയ്ക്ക് വേണ്ടി ഒരു നാട് മുഴുവൻ ഇറങ്ങി തെരച്ചിൽ നടത്തുകയായിരുന്നു. പോലീസിനേക്കാൾ ആവേശത്തിൽ ജനങ്ങൾ ഇറങ്ങിയ ഒരു തെരച്ചിലാണ് ഇവിടെ നടന്നത്. അവിടെയാണ് പോലീസ് ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞത്. അവരുടെ ഒരു ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടാകുക സ്വാഭാവികമാണ്. ആ പ്രതിഷേധത്തെ ആ രീതിയിൽ കണ്ട് അവരെ ആ പ്രതിഷേധത്തെ വലിയ തർക്കങ്ങളിലേക്ക് പോകാതെ അത് പരിഹരിക്കാൻ പോലീസിന് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ പോലീസും പ്രകോപനം
പ്രകോപിതരായി പോലീസ് സ്റ്റേഷനകത്ത് നിന്നിരുന്ന ആളുകളെ അടിച്ച് പുറത്തേക്ക് ഇറക്കി ഗേറ്റ് അടച്ചു. ആ ഗേറ്റ് അടച്ച് അവിടെ പ്രതിഷേധം തീരുമെന്ന് പോലീസ് കരുതി. പക്ഷേ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് പൊളിച്ച് അകത്തേക്ക് കയറാൻ വീണ്ടും നാട്ടുകാർ ശ്രമിച്ചു. അപ്പോൾ പോലീസിന് കൂടുതൽ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വന്നു. കൂടുതൽ പോലീസ് എത്തി അവരെ ഈ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് നിന്ന് അടിച്ച് പുറത്തേക്ക് ഓടിക്കുകയാണ് ചെയ്തത്. രണ്ട് വശത്തേക്കും, അതായത് ഇവിടുത്തെ ആശുപത്രിയുടെ ഭാഗത്തേക്കും മറുവശത്തേക്കും പോലീസ് ഈ നാട്ടുകാരെ അടിച്ചോടിച്ചു. അതിനിടയിൽ ഒരുപാട് പേർ ചിതറി ഓടിപ്പോയി. ആ ചിതറി ഓടിപ്പോയവരൊക്കെ തന്നെ വീണ്ടും തിരിച്ചു വന്നു. കാരണം ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമായിരുന്നു. അവർ തിരിച്ചു വന്നു. അവർ വീണ്ടും തിരിച്ചു വന്നു. അവർ പ്രതിഷേധം ശക്തമാക്കി. അപ്പോഴാണ് ഈ പോലീസ് സ്റ്റേഷനകത്ത് നിന്ന് പുറത്തേക്ക് വന്ന രണ്ടുപേർ വീണ്ടും പെപ്പർ സ്പ്രേ ഉപയോഗിച്ചത്. ആ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചതാണ് ഈ നാട്ടുകാർ വീണ്ടും പ്രകോപനമുണ്ടാക്കിയത്. അവർ വീണ്ടും സംഘടിച്ചു വന്ന് ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഡിവൈഎസ്പിയുമായി വലിയ തർക്കത്തിലാണ്. നാട്ടുകാർ പിരിഞ്ഞു പോകുന്നില്ല. അവർ ഒരു തരത്തിലും വഴങ്ങുന്നില്ല.